ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടിയൂരാണ്. തൊടിയൂർ എന്ന് പറഞ്ഞ കരുനാഗപ്പള്ളിക്ക് കിഴക്ക് തൊടിയൂർ പാലത്തിനടുത്താണ് നിൽക്കുന്നത്. പാവുമ്പ എന്ന് പറയുന്ന സ്ഥലത്തിനും തൊടിയൂരിനും ഇടയ്ക്കുള്ള ഒരു അതിമനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം ചെറിയ ഇവിടുത്തെ ഒരു നാട്ടിൻപുറത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറയാം. സായന്തനങ്ങളിൽ ഇരുന്ന് വന്ന് ഒന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തൊടിയൂർ പാലത്തിന് വടക്ക് വശത്തുള്ള ഒരു പുഞ്ചയും അതിനോട് ചേർന്നുള്ള പിന്നെ ഒരു ചെറിയ റോഡും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം. ഈ ഒരു പ്രദേശത്തുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തൊടിയൂർ പാലം എന്നാണ് ഈ ഒരു പ്രദേശത്തെ അറിയപ്പെടുന്നത്. തൊടിയൂർ പുഞ്ച എന്നൊക്കെ അറിയപ്പെടും. നമ്മളിപ്പോൾ അവിടെയാണ് ഗൈസ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയമായ ഒരു സൗന്ദര്യമൊക്കെ ഒന്ന് കവർ ചെയ്യാനും നിങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഇപ്പോൾ തൊടിയൂർ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു കൂടുതൽ വിശേഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് തൊടിയൂർ പാലവും പിന്നെ തൊടിയൂർ പുഞ്ചയും ഒക്കെ. അത്യാവശ്യം നല്ല കാണാൻ ഒരു ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളിലേക്കൂടെ പോയാലോ ഗൈസ്? ഇതാണ് തൊടിയൂർ പാലം. ഇതിനോട് ചേർന്നാണ്ട് ഒരു ചെറിയൊരു റോഡ് കൂടെ വരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ടും തൊടിയൂർ പാലം എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇതാണ് ഇത് കരുനാഗപ്പള്ളി പുതിയകാവ് ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് ഭരണിക്കാവിനുള്ള റോഡാണ് ഗൈസ്. ഇത് ഭരണിക്കാവ് ചക്കുവള്ളി റോഡാണിത്. ഇതിന് വടക്ക് വശമായിട്ടാണ് ഈ മനോഹരമായ സ്ഥലം. അത്യാവശ്യം വൈകുന്നേരങ്ങളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്പോട്ടാണ് ഇത്. ഈ കരുനാഗപ്പള്ളി ഭാഗത്തും കൊല്ലം ജില്ലയുടെ വടക്ക് ഭാഗമാണിത്. കരുനാഗപ്പള്ളി ഭാഗത്ത് ഇവിടെയൊക്കെയുള്ള പ്രദേശങ്ങൾക്കുള്ളവർക്ക് അത്യാവശ്യം അറിയാം, ദൂരോട്ടുള്ളവർക്ക് അറിയണമെന്നില്ല. ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ ഇനിയും അടിപൊളി സെറ്റപ്പ് ആയിരിക്കും, അടിപൊളിയാവും. കാരണം വെച്ചാൽ അത്യാവശ്യം ഒരു സായന്തനങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് തൊടിയൂർ. ആ ഗേസ് ഒരു വെള്ള കാറ് പോകുന്നുണ്ട് ഗേസ്. അത് ഇതിന് നടുവിലുള്ള റോഡ് അന്യായ വൈബാണ്. ഇവിടെ മഴക്കാലത്ത് വെള്ളം കയറും രണ്ട് സൈഡും. ആ റോഡിന്റെ രണ്ട് സൈഡും വെള്ളമായിരിക്കും. അപ്പോൾ ഹെലിക്യാം ഷൂട്ടൊക്കെ ചെയ്ത പക്കയാണ്. അതിനുള്ള വീഡിയോസൊക്കെ ഓൾറെഡി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ ഒരു വഴി എന്ന് പറയുന്നത് വെള്ളം കയറി മഴ പെയ്യുന്ന സമയത്ത് രണ്ട് സൈഡ് ഒരുപോലെ കായല് പോലെ വെള്ളം കിടക്കും. അന്നേരം ഈ നടുക്കൂടുള്ള റോഡിൽ കൂടെ വരാനൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ് ഗൈസ്. ഇവിടെ ചെറിയ തോണികളൊക്കെ ഉണ്ട് മീൻപിടുത്തക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ലൊക്കേഷൻ കറക്റ്റ് വരുന്ന പറഞ്ഞാൽ കരുനാഗപ്പള്ളി പുതിയകാവ് ജംഗ്ഷനിൽ കിഴക്കോട്ടുള്ള റോഡ് ചക്കുവള്ളി റോഡിലാണ് ഈ ഒരു തൊടിയൂർ എന്ന് പറയുന്ന സ്ഥലവും തൊടിയൂർ പാലം, അതിന് വടക്ക് വശത്തുള്ള പുഞ്ചയും അതിന്റെ നടുക്കൂടുള്ള റോഡും ഈ ആൾക്കാർക്കൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനുള്ള ഇരിപ്പിടവും. അത് ഇച്ചിരി നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്നുകൊണ്ടില്ല ജനങ്ങൾ ഇരിക്കുന്ന കാണുമെന്ന് വിചാരിക്കുന്നു. അവിടെയാണ് ഈ ഒരു സംഭവം, ഇരിക്കാനുള്ള ഒരു ചെറിയൊരു കലങ്ങ് പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെയാണ് ആൾക്കാരൊക്കെ വന്ന് സായന്തനങ്ങൾ ചിലവഴിക്കുന്നത്. അവിടെ മീൻപിടുത്തം, അതായത് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള ആൾക്കാരും വലയിട്ട് മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെ ഇവിടെ നല്ല ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനിയും നല്ല രീതിയിലുള്ള പിന്നെ ആൾക്കാരെ ആകർഷിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേസ് ഇത്. അപ്പൊ നമുക്കിനില്ല ആൾക്കാർ കുറച്ച് പേര് ദൂണില്ല കാണുന്നിടത്ത് ഇരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോലെ കേസ്, അവിടുത്തെ ഒരു സൗന്ദര്യം നമുക്കൊന്ന് കവർ ചെയ്യാലോ കേസ്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാം. അപ്പൊ കേസ് ഈ പാലത്തിന് വടക്കേ സൈഡിലായിട്ട് ഒരു ടീ ഷോപ്പ് സെറ്റപ്പ് തുടങ്ങാനുള്ള ഒരു ആരംഭം കുറിക്കാനുള്ള ഒരു സംഭവമൊക്കെ സ്റ്റാർട്ടിങ്ങിലാണ്. ഇത് തുടങ്ങിയിട്ടില്ല. അതിനുള്ള ചെറിയ കൂടാരം പോലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ചെറിയൊരു ഷോപ്പിന്റെ ഒരു സംഭവം കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേസ്. ഒരു പ്രത്യേക ഒരു വൈബാണ്, പ്രത്യേക ഭംഗിയാണ്. കാരണം വെച്ചാൽ ഒരു തണൽ മരങ്ങളും അതിനകത്ത് പെയിന്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ഇവിടെ ഐ ലവ് യു ശൂരനാട് എന്നൊരു ബോർഡൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇത് സ്റ്റാർട്ടിങ്ങിലാണ്, ആരംഭിച്ചിട്ടില്ല കേസ്. അടിയാണ്ട് ആ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഒരു ചെറിയൊരു ഫ്ലെക്സ് ബോർഡൊക്കെ ആണ് ഇവിടെ വെച്ചിട്ടുണ്ട് കേസ്. സംഭവം അടിപൊളിയാണ്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ.
ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വെള്ളം കയറും. നല്ല 2-3 മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു തൽക്കാലമായിട്ടിത് ഒഴിവാക്കിയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, ഇതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട്. എന്തായാലും നല്ലൊരു വൈബുള്ള ഒരു പ്രദേശമാണ്. സ്റ്റാർട്ടിങ് ആയിട്ടില്ല, സംഭവം എല്ലാം കെട്ടിയിട്ടേ ഉള്ളൂ. നല്ലൊരു ഇരിക്കാനും സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഗൈസ്. ഇവിടെ കുട്ടനാട് മാതൃകയിൽ കള്ള് ഷാപ്പ് ഒരെണ്ണമുണ്ട്. അത്യാവശ്യം നല്ല കള്ളും അതിനോട് നല്ല ഫുഡും കിട്ടുന്നൊരു കള്ള് ഷാപ്പും ഇതിന് അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ. ഇതാണ് കാരണം വെച്ചാൽ ഈ പാലത്തിൻ്റെ വടക്ക് വശത്തുള്ള ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ ഇതാണ്. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്ന സ്ഥലം. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഇരിക്കാനായിട്ട് ചെറിയ പാറ വെച്ച് ഇത് പണിഞ്ഞിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടി. പിന്നെ അവിടെ ആൾക്കാർ വന്ന് ഇരിക്കാറുണ്ട്, സായന്തനങ്ങൾ ചിലവഴിക്കാറുണ്ട്. കപ്പിൾസായിട്ട് ആൾക്കാർ വരുന്നുണ്ട്, ഫാമിലി ആയിട്ട് വരുന്നുണ്ട്, അല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വല വീശുകാർ, ചൂണ്ടയിടുന്ന ഹോബിയുള്ളവരൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ഇതിൻ്റെ പിന്നെ അത്യാവശ്യം വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ റീൽസ് എടുക്കാനും അതിമനോഹരമായ ഒരു സ്ഥലമാണ്. റീൽസ് എടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. നല്ല ക്യാമറ ക്ലാരിറ്റി ഉള്ള ഫോൺ ഉണ്ടെങ്കിലും ക്യാമറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റീൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. അമ്മാതിരി ലൊക്കേഷനാണ് നമ്മുടെ ഈ തൊടിയൂർ പാലത്തിൻ്റെ ഈ വടക്ക് വശത്തുള്ള ഈ ഒരു പുഞ്ചയും അതിനനുബന്ധിച്ചുള്ള ഈ ഒരു ഇരിക്കാനുള്ള ഇരിപ്പിടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വലിയ സെറ്റപ്പായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ല, പക്ഷെ ഭയങ്കര ലുക്കാണ് കേട്ടോ. പിന്നെ ക്യാമറ ക്ലാരിറ്റി ഉള്ള ക്യാമറയിലൊക്കെ ഫോട്ടോ എടുത്താലോ വീഡിയോ എടുത്താലൊക്കെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പിന്നെ ഹെലിക്യാം ഷൂട്ടൊക്കെ വീഡിയോ ഉണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്, സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് ഇവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേസ്. ഇതാണ് നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് വടക്കേ സൈഡിൽ നിന്ന് പാവുമ്പയിലോട്ടുള്ള വഴിയാണ്, റോഡാണ് ഈ പുഞ്ചയ്ക്ക് നടുക്കൂടുള്ള റോഡാണിത്. അതുകൊണ്ട് ഈ ഒരു ലൊക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ വരുന്നതാണ്. ഈ ഒരു പാറക്കെട്ടിലെ ആൾക്കാർ സ്ഥിരം ഇരിക്കുന്ന കാഴ്ചയാണ്. നല്ല ഭംഗിയല്ലേ അണ്ട് നോക്ക്, കണ്ടു നോക്കാണ്ട് നമ്മുടെ സാരഥിയാണ് ആ ഇരിക്കുന്ന മാസ്റ്റർ വണ്ടി. പിന്നെ ഇതാണ്ട് ഇവിടെ ലൊക്കേഷൻ അടിപൊളിയാണ്. ഇവിടെ റീൽസ് എടുക്കാനൊക്കെ വൈകുന്നേരം ശരിക്കും ആൾക്കാർ വരുന്നുണ്ട്. നല്ലൊരു പിന്നെ മഴ പെയ്യുമ്പോൾ ഒന്നും കൂടെ വെള്ളം ഏറുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ മരങ്ങളും ആ ചെറിയ മരങ്ങളും ഒക്കെ നിന്ന് അടിപൊളി സെറ്റപ്പാണ്. അറിയാത്തവരിതൊക്കെ ഉണ്ടെങ്കിൽ ഈ അതായത് കൊല്ലം ആലപ്പുഴ ജില്ലയുടെ അതിർത്തി ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വായോ. റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല പറ്റിയ ഒരു സ്പോട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇത് കേട്ടോ. ഇവിടെ ഈ ഫോട്ടോഷൂട്ടും മാരേജ് ഫോട്ടോഷൂട്ടും സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒക്കെ സ്ഥലമുണ്ട്, ചെറിയ സ്പോട്ടുകളുണ്ട്. അവിടെയും നമുക്കിത് പിന്നെ ക്യാമറയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. തൊടിയൂർ പാലത്തിന് വടക്കേ സൈഡാണ്. ഇതോ ഇല്ല കാണുന്നത് നമ്മൾ മുമ്പേ വന്ന് കണ്ട ഷാപ്പാണ്. ഇല്ല കാണുന്നത് ആ കാണുന്നത് ഷാപ്പ് ഇതിനോട് ചേർന്നുള്ള ഷാപ്പ്. നമ്മുടെ കുട്ടനാട് സ്റ്റൈലിലൊക്കെ ഇതിനോട് അങ്ങോട്ടൊക്കെ ഇറക്കിയൊക്കെ സെറ്റപ്പായിട്ട് ചെയ്തേക്കുന്ന സംഭവമാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഷാപ്പാണ്. ഫുഡൊക്കെ അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ് അവിടെ. അപ്പം കള്ളുമുണ്ട്, കള്ളു കുടിക്കുന്നവർക്ക് കള്ളും കുടിക്കാം. തൊടിയൂർ പാലത്തിനോടനുബന്ധിച്ചുള്ള വയലും അതിനോട് നടുക്കുള്ള റോഡും എല്ലാം കൂടെ ചേർന്ന ഒരു ഭൂപ്രദേശമാണ് ഇവിടെ. അത്യാവശ്യം നല്ല ഒരു പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് തന്നെ പറയാം. അപ്പോൾ
അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വായോ. നിങ്ങളുടെ ഒരു സായന്തനം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ആൻഡ് ഇത് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ റോഡിന് കിഴക്കുവശത്തുള്ള പുഞ്ചയെന്ന് പറയാൻ പറ്റത്തില്ല, പുഞ്ചയും തോടും കൂടെ ചേർന്നൊരു പ്രദേശമാണ്. ഇവിടെ വെള്ളം അങ്ങനെ പറ്റാറില്ല, കാരണം വെച്ചാൽ തോടും കൂടെ എൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഈ തോട് ഇങ്ങനെ ചെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് തൊടിയൂർ പാലത്തിനടിയിൽ കൂടെ പോകുന്ന തോടാണിത്. പള്ളിക്കലാറിന്റെ ഭാഗമാണെന്നാണ് തോന്നുന്നത്. പള്ളിക്കലാർ ആണെന്ന് തോന്നുന്നു. ചേട്ടാ, ഇത് പള്ളിക്കലാറിന്റെ ഭാഗമാണിത്, ഈ തോട് സംഭവം. ഈ പോകുന്ന തോടെ പള്ളിക്കലാറിന്റെ ഭാഗമാണ്. പിന്നെ ഇത് എങ്ങോട്ടാണ് ഞാൻ നേരെ ചെന്ന് പതിക്കുന്ന ഈ ഒരു തോട് എവിടെ? ആ, ഈ തോട് നീണ്ടാരെ ചെന്നെടുക്കും. എവിടെ? നീണ്ടാരെ. പിന്നെ ഇത് എവിടുന്ന് ഈ തോട് വരുന്നത്? എവിടുന്ന അത്? ഇത് കല്ലടയാറല്ലേ? ആ, എവിടെ നിന്നാലും നമുക്ക് അറിയാക്കത്തില്ല. ഈ തോടിന് നടക്കുമല്ലേ. ഇവിടെ വൈകുന്നേരം ശരിക്കും ആൾക്കാരൊക്കെ കാണാൻ ആൾക്കാരൊക്കെ വരുമില്ലേ? ഒരുപാട് പേരൊക്കെ വരും. കച്ചവടക്കാരൊക്കെ വരും. കച്ചവടക്കാരില്ല. ഐസ്ക്രീം കച്ചവടക്കാരൊക്കെ ഉണ്ടെന്ന്. ഐസ്ക്രീം കച്ചവടം ഒന്നുമില്ല, അതൊക്കെ ഉടുത്ത് പഠിപ്പിച്ചല്ലേ ഉള്ളു. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ വന്നിരിക്കാനൊക്കെ വൈകുന്നേരങ്ങൾ ചൂണ്ടയിടിയിലും ബാലവീശും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരിക്കും. വൈകിട്ട് വന്ന് എല്ലാവരും കാറ്റ് കൊള്ളാനൊക്കെ നല്ല രസമാണ് ഇവിടെ. ഇല്ല കാണുന്ന വട്ടക്കായൽ പുഞ്ചയാ അത്. ഇല്ല കാണുന്നത് അത് വട്ടക്കായലാ. അവിടെ കൃഷിയെടുത്ത് ഇപ്പൊ ചെയ്തില്ല, ഈ അടുത്ത വൃക്ഷത്തിൽ ചെയ്തുള്ളൂ. ഇത് നേരെ ചെല്ലുന്നത് പാവുമ്പയിലോട്ടാണല്ലേ? ഇത് പാമ്പാൽ ഒരു വരുന്നല്ലേ? ഇത് കറക്റ്റ് ലൊക്കേഷൻ കരുനാഗപ്പള്ളിക്ക് കിഴക്കായിട്ട് വരും. കരുനാഗപ്പള്ളി പുതിയകാവിന് കിഴക്കായിട്ട് വരും അല്ലേ? പുതിയാണി കിഴക്കെ വരും. ഓക്കെ. ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് യശോധരൻ. ഇവിടെ ഈ നാട്ടുകാരനോ? എന്റെ സ്ഥലം ശൂരനാട്. നമ്മളൊരു യൂട്യൂബ് ചാനലാണ് നമ്മൾ. അന്നേരം ഇവിടെ നിന്ന് ലൊക്കേഷൻ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ശരിക്കും ആൾക്കാരൊക്കെ വരുന്ന അറിഞ്ഞുകൊണ്ട് വന്നതാണ്. പൈലങ്ങളൊക്കെ വരും, പറ്റില്ല. പോവില്ലേ? എന്നാൽ ശരി, ഒത്തിരി നന്ദിയുണ്ട് ചേട്ടാ. താങ്ക് യു. അപ്പം അതുപോലെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇത് അറിയാത്തവരുണ്ടേ വായു, നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ്. റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ടിനും എല്ലാം പറ്റിയ സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ റോഡ് നേരെ ആ ചേട്ടൻ പോകുന്ന റോഡിലോട്ട് ചെന്ന് കയറുമ്പോൾ അവിടെ വേറൊരു പ്രത്യേകത നിറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ വീഡിയോയ്ക്ക് തന്നെ. അത് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളൊരു പേരുള്ളൊരു സ്ഥലമാണ്. അത് അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ വാ. ആസാദിക്ക അമൃത് മഹോത്സവ് നരേന്ദ്രമോദിജിയുടെ ക്ലീൻ കേരളയുടെ ഭാഗമായിട്ടുള്ള ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ബോട്ടിൽ നമ്മുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ശേഖരിക്കാൻ വേണ്ടിയുള്ള ബോട്ടിൽ ഒക്കെ നല്ല കാര്യം. അങ്ങനെയൊക്കെ ചെയ്യണം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവച്ച് അല്ലെങ്കിൽ പല ആൾക്കാർ കാണുമല്ലോ, കള്ള് കുടിക്കുന്നവരും ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ മദ്യപിക്കുന്ന അതായത് വെള്ളം കുടിച്ചിട്ട് കളയുന്ന ബോട്ടിലുള്ള വാഴി കൂട്ടി കളയുന്നതിനെക്കാട്ടിയാൽ ഇങ്ങനൊരു സംഭവം സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. മദ്യപാനമൊന്നും നടക്കത്തില്ല, കാരണം ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ക്യാമറ നമ്മളെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന സ്ഥലത്തിന്റെ പേരെന്താ അറിയോ? മലയാളത്തിലെ ഒരു പ്രശസ്തമായ സിനിമയുടെ പേരാണ് കേട്ടോ ആ കയറി വരുന്ന സ്ഥലത്തിന്റെ പേര്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയുടെ പേരാണ്. ആ പേര് നമുക്ക് കാണിച്ചു തരാം എന്താണെന്ന്. നമ്മളിപ്പോൾ വന്ന ആ ഭാഗത്തുനിന്ന് കയറി വരുന്ന റോഡ് ആണ്. ആ റോഡ് ഇങ്ങോട്ട് കയറി വരുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്തിന്റെ പേര് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ പേരാണ്. മലയാളി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയുടെ പേരാണ് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്ന സ്ഥലം. ഈ ഒരു സ്ഥലം ഇത് പാവുമ്പയാണ്. സത്യം പറഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് പാവുമ്പ എന്ന് പറയുന്ന സ്ഥലമാണ്. അതിനോട് ചേർന്നൊരു ചെറിയൊരു സ്ഥലമാണ്. ഇരിപ്പിടമൊക്കെ ഇവിടെ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുണ്ട്. പേര് വേറൊന്നുമല്ല, ചുരുളി. ചുരുളി എന്നാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, കുടുംബക്ഷേത്രമാണ് ചുരുളിയിൽ. പ്രപഞ്ചനാഥേശ്വരി ക്ഷേത്രം, അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് പേര്. ഈ ഒരു ചെറിയൊരു പ്രദേശമാണ്, ഇവിടുത്തെ പേര് ഇങ്ങനെയാണ്, ചുരുളിയിൽ. ചെറിയ കുറച്ച് വീടുകൾ മാത്രമുള്ള ഒരു ഏരിയ. അപ്പോൾ
അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. ഇറ്റ്സ് അർജുൻ കായംകുളം. ബൈ ബൈ.